Hi friends, എല്ലാവർക്കും മന്ദവിൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് പ്രകാശ് P8000 BMR പ്ലസിനെയാണ്, അതായത് ഓഡി ഫ്രണ്ട്. ഓഡി ഫ്രണ്ട് ഇന്ന് അധികം കണ്ടുവരുന്നില്ല. എല്ലാവരും ഫ്രണ്ട് കൗൾ ചേഞ്ച് ചെയ്ത് വേഗം പുതിയ മോഡൽസിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് അന്വേഷണത്തിലൊടുവിലാണ് പ്രതീക്ഷ ഹോളിഡേയ്സിൻ്റെ ഈ വാഹനം നമുക്ക് റിവ്യൂവിനായി ലഭിച്ചത്. 2008-2009 കാലഘട്ടത്തിലാണ് ഓഡി ഫ്രണ്ട് പ്രകാശ് പുറത്തിറക്കുന്നത്. 2008 തൊട്ട് 2012 വരെ ഈ മോഡൽ പ്രകാശ് നിർമ്മിച്ചിരുന്നു. അതിനുശേഷം പുതിയ മോഡലായ സഫാരി ഫ്രണ്ടിലേക്ക് അപ്ഗ്രേഡേഷൻ ചെയ്യുകയാണ് ഉണ്ടായത്. എല്ലാവർക്കും ഒരു സംശയമുണ്ടാവും, എന്തുകൊണ്ടാണ് ഈ മോഡലിനെ ഓഡി ഫ്രണ്ട് എന്ന് വിളിക്കുന്നതെന്ന്. ഇപ്പോൾ ഇതിൽ പ്രകാശിൻ്റെ P എന്ന ലെറ്ററിലുള്ള എംബ്ലമാണുള്ളത്. ഈ മോഡൽ ഇറങ്ങിയ കാലഘട്ടത്തിൽ നമ്മുടെ ഓഡിയുടെ സിമ്പിൾ എല്ലാവർക്കും അറിയാം, 4 റിങ്സ് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. അതിന് പകരം ഇതിൽ 5 ഡിസൈൻ ഉണ്ടാവും. കൂടാതെ തന്നെ ഓഡിയുടെ എല്ലാവർക്കും സ്ട്രെയിറ്റ് പാറ്റേണിലാണ് ഉണ്ടാവുക. പക്ഷേ ഓഡി ഫ്രണ്ടിൽ ഇതിൽ യൂസ് ചെയ്തിരുന്നത് ഫസ്റ്റും ലാസ്റ്റ് റിങ്ങും കുറച്ച് ചെരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. ആ ഒരു ഫ്രണ്ട് ഗ്രില്ലിലുള്ള സിമ്പിളിനെ മെൻഷൻ ചെയ്തിട്ടാണ് ഓഡി ഫ്രണ്ട് എന്ന് വിളിക്കുന്നത്. പ്രകാശ് നൽകിയ നാമം P8000 BMR പ്ലസ് എന്ന മോഡൽ നെയിമാണ്. പ്രകാശിൻ്റെ തനതായ ഒരു ശൈലി തന്നെയാണ് സ്ട്രക്ചർ വൈസ് ഈ ബോഡിക്കുള്ളത്, മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഫ്രണ്ട് തൊട്ടിട്ട് ഈ ഒരു ഗ്ലാസ് പോർഷൻ വരെ ഇതിനു മുമ്പ് ഇറങ്ങിയ എല്ലാ മോഡലുകളായിട്ട് സാമ്യതയുള്ള ടൈപ്പ് തന്നെയാണ്. മുകളിലുള്ള ആ ഒരു പാറ്റേൺ ആയാലും ഗ്ലാസ് ആയാലും നമ്മുടെ ഈ മിറേഴ്സൊക്കെ ആയാലും എല്ലാം പഴയ ആ ഒരു പ്രകാശിൻ്റെ ശൈലി തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ മോഡൽ മറ്റു മോഡലിനെ അപേക്ഷിച്ചിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നമുക്ക് ഈ ഫ്രണ്ട് കൗള് തന്നെ പറയാം. അപ്പോൾ ഇതിൽ ഒരുപാട് മാറ്റങ്ങൾ മുമ്പത്തെ മോഡലുമായിട്ട് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതിന് മുൻപേ ഇറങ്ങിയത് ഫെദർ ഫ്രണ്ട് എന്ന മോഡലാണ്. അപ്പോൾ ഫെദർ ഫ്രണ്ടിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഈ മോഡൽ ലോഞ്ച് ചെയ്തത്. ടോപ്പിൽ നിന്ന് തന്നെ വരുമ്പോൾ ആദ്യത്തെ പോർഷൻ ഹുഡ് തന്നെയാണ്. ഈ ഒരു ഹുഡ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ മോഡലാണ്. അതിന് മുമ്പുണ്ടായിരുന്നതൊന്നും ഈ ടൈപ്പ് ഹുഡല്ല, ഫ്ലാറ്റ് ആയിരുന്നു. ഇങ്ങനെ കുറച്ചൊരു ലൈന് വന്നിട്ട് ഫ്ലാറ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഹുഡ് ഓഡി ഫ്രണ്ടിലാണ് ആദ്യമായിട്ട് വന്നത്. ഇത് ശരിക്കും വോൾവോയുടെ B7R എന്ന മോഡലിൽ വോൾവോ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൈപ്പ് ഹുഡാണ്. അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി പ്രകാശ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. പൊതുവെ പ്രകാശിൽ കണ്ടുവരാറുള്ള 2 ഹെഡ്ലൈറ്റും ഒരു ഇൻഡിക്കേറ്റേഴ്സുമാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. പ്രധാനമായിട്ട് പിന്നെ ഒരു അട്രാക്റ്റീവായിട്ട് വരുന്നത് ഈ ഒരു ഫ്രണ്ട് മൗൾഡ് തന്നെയാണ്. ഈ ഫോഗ് ലാമ്പ് ഡിസൈനാണ്. ഈ ഒരു മൗൾഡായാലും ഈ ഒരു ഫിക്സിംഗ് ആയാലും വോൾവോയിൽ തന്നെ കണ്ടുവന്ന V7R തന്നെ ആ ഒരു സീരീസിൽ കണ്ടുവരുന്ന ആ ഒരു ഡിസൈൻ തന്നെയാണ്. ഈ ടൈപ്പ് ബമ്പർ പോർഷനിൽ ഈ പാരാബോളിക് ഡിസൈൻ ആദ്യമായിട്ട് സഫാരിയിലാണ് വന്നതെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷേ ആദ്യമായിട്ട് പാരാബോളിക് ഡിസൈൻ വരുന്നത് ഓഡി ഫ്രണ്ടിലാണ്. അതിനുശേഷം P8000 ലക്ഷോർ എന്ന മോഡലുകളിലും ഈ ടൈപ്പ് പാരാബോളിക് ബമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഈ ഫിക്സഡ് ടൈപ്പ് ഗ്രില്ല് മാറ്റി ഇതിനു മുമ്പ് വന്ന ഫെദർ സഫാരിയിലുള്ള ഗ്രില്ല് വെച്ചിട്ട് ഒരു ലിമിറ്റഡ് എഡിഷൻ കൂടി പ്രകാശ് പുറത്തിറക്കിയിരുന്നു. വോൾവോ വൈപ്പേഴ്സും ഫ്ലാറ്റ് ബോണറ്റും LED ക്യാബിനും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിനു മുമ്പുള്ള ഫെദർ ഫ്രണ്ടിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന രീതിയിൽ ഈ മോഡലും ഈ ഫെസിലിറ്റീസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ ഡോറിലും ചെറിയ മാറ്റങ്ങളൊക്കെ സഫാരി ഫ്രണ്ടോടുകൂടി വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഫുൾ സ്ട്രക്ചർ അല്ല, കണ്ടോ, ഇവിടെ ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് വണ്ടികളൊക്കെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഏകദേശം ഈ ഒരു പോർഷൻ വരെ ഡ്രൈവർ ഡോർ ഉണ്ടാവും. ഈ ഒരു സൈഡിലൊരു ഗ്ലാസ് ഉണ്ടാവും. അപ്പോൾ സഫാരി ഫ്രണ്ടോട് കൂടി ഡ്രൈവർ ഡോറിൽ ഈ ഒരു ഷേപ്പിൽ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു. ആ ഗ്ലാസും ഓഡി ഫ്രണ്ടിൽ ഉണ്ടായിരുന്നില്ല, സഫാരിയോട് കൂടിയാണ് തുടങ്ങിയത്. പിന്നെ ഡോറിലും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഡോർ ഏകദേശം കുറച്ചും കൂടി താണ രീതിയിലാണ് ലേറ്റസ്റ്റ് മോഡലുകളൊക്കെ ഉള്ളത്. ഇത് അത്യാവശ്യം പൊന്തിട്ടാണ്, കാരണം ഇതിൻ്റെ ഹൈറ്റ് കുറവാണ്, അതുകൊണ്ട് തന്നെയാണ് കുറച്ച് പൊക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് തുറക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ലേറ്റസ്റ്റ് വണ്ടികൾ കുറച്ചും കൂടി താണിട്ട് ഫുഡ് സ്റ്റെപ്പ് ഇരിക്കും, ഇത് കുറച്ചും കൂടി പൊന്തിട്ടാണ്. വിഷ്വലി വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഈ ഡോറിൻ്റെ ആ ഒരു ഹൈറ്റ് ഡിഫറൻസ് കാരണം ഡ്രൈവർക്ക് ചവിട്ടി കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്റ്റെപ്പും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് 2012 മോഡലാണ്. ഇപ്പോൾ എമർജൻസി എക്സിറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് 2013 അതുകൊണ്ട് തന്നെ ഈ മോഡലിന് എമർജൻസി എക്സിറ്റ് ഇല്ല. ഇപ്പോൾ ആ എമർജൻസി എക്സിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉള്ളിൽ അതിൻ്റേതായ സീറ്റിങ്ങിൻ്റെ ആ ഒരു ഗ്യാപ്പും നമുക്ക് ഇരുന്നാൽ ഫീൽ ചെയ്യും. ഈ ഒരു ടൈപ്പ് റിയർ കോൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓഡി ഫ്രണ്ടിലാണ്. ഇതിനു മുമ്പുള്ള ഫെദർ സഫാരിയിലൊക്കെ ഈ ടൈപ്പ് കൗളല്ല, ചെറിയ മാറ്റങ്ങളുണ്ട്. ഇതിൽ നിന്നും ചെറിയ അപ്ഡേഷൻ വരുത്തിയിട്ടാണ് സഫാരി ഫ്രണ്ടിൻ്റെ റിയർ കൗളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും വരുത്തിയ മാറ്റം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു കട്ടിങ് ഉണ്ട്, സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ കട്ടിങ്ങിന് ആനുപാതികം അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുകളിലത്തെ ഗ്ലാസ്സിൽ നിന്നും ഒരു പ്രൊജക്ഷൻ വരുന്നത്. ആ ഒരു പ്രൊജക്ഷനാണ് സഫാരി ഫ്രണ്ടിൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തത്. വേറെ പ്രത്യേകിച്ചിട്ട് ഒരു ഡിസൈൻ ചേഞ്ചസും ഉണ്ടായിട്ടില്ല. ആ ഒരു താഴോട്ടുള്ള പ്രൊജക്ഷൻ അത്ര മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ ടൈപ്പ് ടെയിൽ ലാമ്പ് ഡിസൈൻ
ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഓഡി ഫ്രണ്ടിലാണ്. ഇതിനു മുമ്പുള്ള മോഡലുകളിലൊക്കെ സെയിം അല്ല, ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈൻ ഓഡി ഫ്രണ്ടിലാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ലഗേജ് സ്റ്റോറേജ് സ്പേസിൻ്റെ ആ ഒരു ഡിസൈനും ഒക്കെ കാര്യങ്ങളൊക്കെ സെയിം ആയിരുന്നു, മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഓഡി ഫ്രണ്ടിൻ്റെ പാസഞ്ചർ ഡോറിൽ ഈ ഒരു മോഡൽ ചെറിയ വ്യത്യാസമുണ്ട്. ആദ്യകാല മോഡലുകളിൽ ഈ ഒരു പ്രൊജക്ഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ വന്നിട്ട് ഗ്ലാസ് പോർഷൻ അവസാനിക്കും. പക്ഷേ ഇത് ലാസ്റ്റ് 2012 സീരീസിൽ ഇറങ്ങിയ വാഹനമാണ്. അപ്പോൾ സഫാരി ഫ്രണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് സഫാരി ഫ്രണ്ടോട് സാമ്യതയുള്ള ഒരു പാസഞ്ചർ ഡോറിൻ്റെ ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഗ്ലാസിൻ്റെ ഒരു പ്രൊജക്ഷനും വന്നിട്ടുണ്ട്. സഫാരി ഫ്രണ്ട് അല്ലെങ്കിൽ ഗ്രാൻഡ് BMRലെ ആ ഒരു ഗ്ലാസ് ഫിക്സിങ് ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും, ഇത്രയും അടുത്തിരിക്കില്ല, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ശേഷം ഈ ഒരു ലെവലിലാണ് ആ ഗ്ലാസ് ഒരു ഇത്രയും പോർഷൻ ബോഡി പോർഷൻ ഉണ്ടാവും, അതായത് മെറ്റൽ പോർഷൻ ഉണ്ടാവും. പക്ഷെ ഇത് നമ്മുടെ ഡോറിൻ്റെ ആ ഒരു സ്ട്രക്ചറിന് അടുത്ത രീതിയിലാണ് ഗ്ലാസിൻ്റെ ആ ഒരു ഫിക്സിങ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ സ്ലൈഡിങ് ഗ്ലാസിൻ്റെ ഈ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ഈ ഒരു പാറ്റേണിൻ്റെ സെയിം പ്രൊജക്ഷൻ ആയിട്ടാണ് ഈ സ്ലൈഡിങ് ഗ്ലാസും ഫിക്സ് ചെയ്തിരുന്നത്. കൂടാതെ ഇവിടെ ആദ്യകാല മോഡലുകളിൽ ഇവിടെ ഒരു ഡോർ ഹാൻഡിൽ കൂടി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഇത് ഓട്ടോമാറ്റിക് എയർ ഡോറാണ്. പണ്ടത്തേത് മാനുവൽ ഡോറും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സീരീസിലുള്ളതിന് ഇവിടെ ഒരു ഹാൻഡിലും കൂടി ഉണ്ടാവും. ഓഡി ഫ്രണ്ടിൽ ഈ ടൈപ്പ് വീൽ ആർച്ചൽ ഉണ്ടായിരുന്നത് ഇത് ഇവർ പുതുതായിട്ട് ചെയ്തതാണ്. ഇതിലെ ഡാഷ്ബോർഡ് ഡിസൈൻ പണ്ടത്തേൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. കുറച്ച് ഈ ഒരു പോർഷനിൽ നിന്നും കുറച്ച് പൊന്തി വരുന്ന ഒരു ടൈപ്പാണ്. കൂടാതെ തന്നെ ഇത് BS3 സീരീസിൽ വരുന്ന ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ്. അപ്പോൾ അതിനോട് സ്യൂട്ടാവുന്ന രീതിയിലുള്ള ഡാഷ്ബോർഡ് ഡിസൈനാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മോഡൽ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇത് 2012 മോഡലാണ്. 2012 ജനുവരി സീരീസ് വരുന്ന വണ്ടിയാണിത്. അപ്പോൾ ഇത് BS3 മോഡലാണ്. BS3 മോഡലാണ് അശോക് ലേലൻഡ് പാസഞ്ചർ സെഗ്മെന്റിൽ ആദ്യമായിട്ട് 6 ഗിയർ, അതായത് 6 ഫോർവേഡും ഒരു റിവേഴ്സ് ഗിയറും എന്ന പാറ്റേണിലുള്ള ഗിയർ ബോക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് പ്രകാശിൽ നിന്നും ചെയ്ത് കൊടുക്കുന്ന ടൈപ്പ് ഗിയർ ലിവറാണ്. അപ്പോൾ ഇതിൽ പാറ്റേണും കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ട് പറഞ്ഞത്. സാധാ ഒരു 6 സ്പീഡ് അശോക് ലേലൻഡ് ഗിയർ ബോക്സ് എല്ലാവർക്കും അറിയാമായിരിക്കും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, ടോട്ടൽ 6 ഫോർവേഡ് ഗിയറും കൂടെ ഒരു റിവേഴ്സ് ഗിയറും. റിവേഴ്സ് ഗിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയറിൽ നിന്നും ഒരു കട്ട് മാറ്റിയിട്ടാണ് ഇടേണ്ടത്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഡ്രൈവർ ക്യാബിനിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ആ ഒരു സീരീസിൽ ഇറങ്ങിയ സെയിം മാറ്റങ്ങളൊന്നുമില്ല. പ്രധാനമായിട്ട് എടുത്തു പറയുന്നത് ഇതിൽ ഡ്രൈവർ ക്യാബിൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2013 മുമ്പിലുള്ള എല്ലാ മോഡലുകൾക്കും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. 2016 വരെ അത്യാവശ്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. 2017 ശേഷം, അതായത് ബോഡി കോഡ് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷമുള്ള ഡ്രൈവർ ബർത്ത് പിന്നെ ആർക്കും ചെയ്തു കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ മോഡൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതിന് മുമ്പുള്ള വീഡിയോനൊക്കെ ആ ഒരു സ്റ്റാർട്ടിംഗ് സൗണ്ട് കേൾപ്പിക്കാൻ പറ്റില്ല. BS4 കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു BS3 ഫസ്റ്റ് ജനറേഷൻ മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് കൂടി നിങ്ങൾക്ക് ഞാനൊന്ന് കേൾപ്പിച്ച് തരാം. അപ്പോൾ ഈ ഒരു ശബ്ദത്തിൻ്റെ ആരാധകരാണ് ഒരു 90% ബസ് പ്രേമികളും. പിന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇന്നും എല്ലാ ബസ് പ്രേമികളും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ലേലൻഡിൻ്റെ ഈ സ്റ്റിയറിംഗ് വീൽ. പുതിയ അപ്ഡേഷനുകളിൽ സ്റ്റിയറിംഗ് വീലിൽ പല മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇന്നും എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു മോഡൽ തന്നെയാണ് ഈ സ്റ്റിയറിംഗ് വീൽ. അതുപോലെ എഞ്ചിൻ്റെ വർക്കിംഗ് സൗണ്ടിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. BS3 വാഹനങ്ങൾ ഓടിച്ചിട്ടുള്ള എല്ലാവർക്കും സുപരിചിതമായ സൗണ്ട് തന്നെയാണ്. ഈ വാഹനത്തിന് പ്രത്യേകിച്ച് സൗണ്ട് വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ BS2 നിന്നും BS3 വരുമ്പോൾ ആ പണ്ടത്തെ ആ ഒരു ഗർജനം ഈ മോഡലിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറച്ചും കൂടി സൈലന്റ് വർക്കിംഗ് ആയി. പക്ഷേ അത് നമ്മൾ BS4 വരുമ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു ആക്സിലറേഷൻ കൊടുക്കുന്ന സമയം ആ BS2 ഉണ്ടായിരുന്ന ആ ഒരു സൗണ്ട് നമുക്ക് ചില സമയങ്ങളിൽ BS4 ലഭിക്കാറുണ്ട്. പക്ഷേ BS3 സംബന്ധിച്ചിടത്തോളം പക്ക സൈലന്റ് വർക്കിംഗ് ആണ്. പ്രകാശിൽ പൊതുവെ കണ്ടുവരുന്ന ആ ഒരു ടൈപ്പ് ഡ്രൈവർ ക്യാബിൻ സെപ്പറേഷൻ തന്നെയാണ്. അപ്പോൾ ഇതിലുള്ള പ്രധാന വ്യത്യാസം പറയാനുണ്ടെങ്കിൽ പുതിയ വണ്ടികളിൽ TV പുറത്തായിട്ടാണ്, അതായത് ഈ ഗ്ലാസിന് മുകളിലായിട്ടാണ് TV ഫിക്സ് ചെയ്യുന്നത്. പഴയ വണ്ടികൾ ഡ്രൈവർ ക്യാബിൻ്റെ ഉള്ളിൽ നിന്നുമാണ് TV ഫിക്സ് ചെയ്യുക. എമർജൻസി എക്സിറ്റ് ഇല്ല. അപ്പോൾ എമർജൻസി എക്സിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പിലും ഇവർ സീറ്റ് കറക്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ലെഗ് സ്പേസ് ഈ ഒരു റോയിൽ ലഭിക്കും. കൂടാതെ തന്നെ ഈ ബാക്കിലുള്ള ഈ ഒരു 6 സീറ്റിൻ്റെ ആ ഒരു സീറ്റിലും ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളൊരു ലെഗ് സ്പേസ് ലഭിക്കുന്നുണ്ട്. പഴയ വണ്ടിയും പുതിയ വണ്ടിയും കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു ഡിസൈനാണ്. ഇവിടെ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പാണ്. ഇവിടെ നിന്നും റൗണ്ട് ഷേപ്പ് വന്ന് സ്റ്റീലിൻ്റെ ആ ഒരു ഷീറ്റും അതിനുള്ള 2 ബെൻഡൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പുതിയ വണ്ടികളിൽ ഈ റൗണ്ട് ഡിസൈൻ ഇല്ല, ഫുള്ള് സ്ട്രെയിറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ബെൻഡ് കാണാൻ നല്ല ഭംഗിയുണ്ട്, പുതിയതും നല്ല രസം തന്നെയുണ്ട്. അപ്പോൾ
കാലങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങളുടെ ഗണത്തിൽ ഈ ഒരു ബെൻഡും അപ്രത്യക്ഷമായിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡിസൈൻ ആയാലും ശരി ഇതായാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട്. പ്രധാനമായിട്ടും ഇന്റീരിയറിലുള്ള മെയിൻ ചേഞ്ചസ് ഇവയൊക്കെയാണ്. പ്രകാശിൻ്റെ വണ്ടികളിൽ ഇന്റീരിയറിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും വരുത്താറില്ല. എക്സ്റ്റേണൽ ലുക്ക്, അതായത് പുറമേയുള്ള ഭംഗിയാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്. ഇന്റീരിയർ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികൾക്കും സെയിം തന്നെയാണ്, മാറ്റങ്ങളൊന്നും പൊതുവെ വരുത്താറില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ, നാളെ കിടിലം പോലത്തെ ഒരു ഇന്റീരിയർ ഡിസൈനിൽ പിന്നെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള ഒരു ഹോളിഡേയ്സ് ആണ് പ്രതീക്ഷ ഹോളിഡേയ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള യാത്രാ ആവശ്യങ്ങളും തലശ്ശേരി കണ്ണൂർ ഏരിയയിലുണ്ടെങ്കിൽ ധൈര്യത്തിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മിതമായ നിരക്കിൽ നല്ല സർവീസ് ഇവർ തരുന്നതായിരിക്കും. അപ്പോൾ ഓഡി ഫ്രണ്ടിൻ്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വാഹന രംഗത്തെ മറ്റു പുത്തൻ വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ കാണാം. സീ യു.